ഇനി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യമാണ് പറയാൻ പോണത്. പുള്ളി അത്യാവശ്യം നല്ല കുടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഞങ്ങളെല്ലാവരും കൂടി ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുക. അപ്പോൾ ഈ സുരേഷ് എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ സുനിൽ എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച നമുക്ക് അവനെ പിടിക്കണം, അവനിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അപ്പം ഞങ്ങളും ചെറുതൊക്കെ അടിച്ചിട്ടാണ് പോകണം ഉപദേശിക്കാൻ. ചെന്നിട്ട് അവനെ പിടിച്ച് റോഡിൽ വെച്ച്, സുരേഷേ, നിൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, നീ ഓർക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാൽ എന്നെ വെള്ളം കുടിച്ച് നിൻ്റെ മുമ്പിൽ കണ്ടാണ്ടല്ലോ. ഇതുപോലെ ഇവന് വാറ്റാൻ പ്ലാൻ ചെയ്തു. സാധനം കിട്ടാത്തപ്പോൾ വാറ്റാൻ പ്ലാൻ ചെയ്ത് കടയിൽ ചെന്ന് വെച്ച് ആ ചേട്ടൻ്റെ അടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു 5 കിലോ ശർക്കര വേണം. അപ്പോൾ അവിടെ ഇരുന്ന് 2-3 ടീമുകൾ ഇങ്ങനെ നോക്കി സംശയത്തിൽ, ശർക്കരയോ? അപ്പോൾ പുള്ളി പെട്ടെന്ന്, ചേട്ടാ ഇവിടെ ഈ കുമ്പളപ്പം ഉണ്ടാക്കാനുള്ള ഇല എവിടെ കിട്ടുന്നത്? അതുപോലെ പുള്ളി അവിടെ ഒരു അണ്ണാച്ചി വരണ്ടായി. അണ്ണാച്ചി എടുത്ത് പുള്ളി കാശെടുക്കും. കാശെടുത്ത് അണ്ണാച്ചി വരാൻ നേരത്ത് ഇവൻ മാറി മാറി നടക്കും, കൊടുക്കില്ല. അങ്ങനെ കുറേ ആയി. അണ്ണാച്ചി പിന്നെ വരാണ്ടായി. അങ്ങനെ ഇവൻ്റെ ഒരു കൂട്ടുകാരനും കൂടി പൊള്ളാച്ചി ഭാഗത്ത് പണിക്ക് പോവുക. പണിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഇറങ്ങിയപ്പോൾ ഈ അണ്ണാച്ചിയുടെ സ്ഥലത്താണ് ചെന്നേക്കണേ. അവിടെ വെച്ച് അണ്ണാച്ചി പിടിച്ച് നല്ല ഇടി കൊടുത്തു. ഇടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, അണ്ണ ഇവനെൻ്റെ കൂട്ടുകാരനാണ്, ഇവനിട്ടും കൊടുക്കാമോ 2 ഇടിയെന്ന് ചോദിക്കുകയാണ്. അതെന്തിനാ അവൻ എൻ്റെ അടുത്ത് കാശൊന്നും മേടിച്ചിട്ടില്ല, ഞാൻ വെറുതെ ഇടിക്കണതിനാ, ഇല്ലെങ്കിൽ അവൻ നാട്ടിൽ ചെന്ന് പറന്നു കൊടുക്കും സാധനം. അതുപോലെ ഇവിടെ കേട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവനെന്ത് പറഞ്ഞാലും തെറ്റിപ്പോവും. അപ്പോൾ ഈ പാക്ക് ഇങ്ങനെ എടുത്ത് വായിലിട്ടുണ്ടെന്ന് പേപ്പർ, എടാ 2 കഷ്ണം ഞാൻ തന്നു. അപ്പോൾ ഞാനത് വായിലിട്ടിട്ട് ഇങ്ങനെ തുപ്പിയപ്പോൾ ഒരു തുള്ളി ഇവൻ്റെ കയ്യിൽ വീണ്. എടാ കുഞ്ഞാ, നീ പാമ്പ് കൊടുത്ത കൈക്ക് എന്നെ തുപ്പിയല്ലേ, ഇനി മേലാൽ നിനക്ക് ഞാനൊരു സാധനം എനിക്ക് എൻ്റെ കൊക്കം അങ്ങോട്ട് പറന്നു പോകണം.